ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ കാണും, പക്ഷെ അവൾ ഇത് തെറ്റിദ്ധരിച്ചിട്ട് ഇവൾ ഒരു ഫ്രണ്ട് വിളിക്കുന്ന സമയത്ത് പറയും നമ്മുടെ ഓഫീസിൽ നല്ലൊരു ബിഗ് ഗോസിപ്പ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നാളെ വന്നിട്ട് അതെല്ലാം തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവൾ വിചാരിച്ച് ഇവർ രണ്ടും കൂടി ഇങ്ങനെ കറങ്ങി നടന്നിട്ട് റിലേഷൻഷിപ്പിലാണെന്നാണ് ഇപ്പോൾ ഹയാന്ന് പറഞ്ഞ പെണ്ണ് വിചാരിച്ചേക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേ ഇവളാണെങ്കിൽ ഓഫീസിലുള്ള എല്ലാവരും ഇരുത്തി പറയണം ഞാൻ കണ്ടത്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, എന്ത് വലിയൊരു ബെഡായിരുന്നു അറിയോ, എന്തൊരു സോഫ്റ്റ് ആയിരുന്നു അറിയോ. അവർ രണ്ടുപേരും ഹോട്ടലിൽ അങ്ങനെ വന്നെന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊരു കൊച്ചു പറയും, ഒരു പെങ്കൊച്ചു പറയും, ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതായാലും അവരെന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കാര്യത്തിന് വന്നതാണെങ്കിലും ചെയ്യുന്ന സമയത്ത് അവർ പറയും ഒഫീഷ്യൽ കാര്യത്തിനാണോ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്, അങ്ങനെയൊന്നുമല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവളങ്ങ് വിശ്വസിപ്പിക്കുവാണ് ഇവർ രണ്ടും ഡേറ്റിംഗ് ആണെന്നുള്ള കാര്യം വിശ്വസിപ്പിക്കുവാണ്. ഈ സമയത്താണെങ്കിൽ അങ്ങോട്ട് വന്ന് കറക്റ്റ് ഡോങ് വരട്ടെ, പക്ഷെ ഡോങ് ഇതൊന്നും കേൾക്കത്തൊന്നുമില്ല കേട്ടോ. ഇവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടും സാവു ആണെന്നുള്ള കാര്യം ഇവർ പറയുന്നത് മാത്രമായിരിക്കും നമ്മൾ ഡോങ് കേൾക്കുന്നത്. എന്നിട്ടാണെങ്കിൽ വന്ന് സൂലിയെ വിളിച്ചിട്ട് പറയണം നീ ഞങ്ങളുടെ ഫണ്ടിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ശരിയാക്കുമെന്ന് പറയുന്ന സമയത്ത് സൂലി പറയൂ ഇതെൻ്റെ കയ്യിലല്ല, സാറ് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കത്തുള്ളൂ, ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്തും ഇവിടെ ലാസ്റ്റ് പറയാം എന്നാൽ ശരി സാറിനെ ഞാൻ ഇന്ന് വിളിക്കാം, അല്ലാതെ എന്താ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ട് നമ്മുടെ ഡോങ് അവിടെ നിന്ന് വരും കേട്ടോ. ഈ സെയിം ടൈമിൽ നമ്മുടെ സാവു അതുപോലെ വാങ്ങും. രണ്ടുപേരും പോയിട്ടുള്ളത് വന്നിട്ട് ഒരു സപ്ലയറെ കാണാനായിട്ട്. അപ്പോൾ അയാളുടെ ഈ ചില്ലീസ് എല്ലാം നോക്കുന്ന സമയത്ത് അതൊക്കെ നല്ലതാണ്, സോസൊക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റ് ചില്ലീസാണ്. അപ്പോൾ അയാൾ ആദ്യം ഒരു നല്ല ഹൈ റേറ്റ് പറയുന്നെങ്കിലും ലാസ്റ്റ് വാങ്ങും സാവും കൂടി അയാളെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അവർക്ക് പറ്റുന്നൊരു ബഡ്ജറ്റിൽ ഓക്കെ ആക്കിയിട്ട് ആ സപ്ലയറെ ഓക്കെ ആക്കുവാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഡോങ് കാണട്ടോ, അവളുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവളുടെ ആ ഒരു വർക്ക് മേറ്റ്സ് ഉണ്ടല്ലോ അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സുവാങ്ങിനെ വിളിച്ചേക്കും. സുവാങ് ചോദിക്കും എന്ത് പറ്റി രാത്രി ഇങ്ങനെ വിളിച്ചെന്ന് ചോദിക്കുന്ന സമയത്തും അവൾ പറയും അല്ല എനിക്ക് ഇത്രയും നല്ലൊരു ക്ലയൻറ്റ് ഇല്ലയോ, ആളെ മിസ് ചെയ്ത് അതുകൊണ്ട് വിളിച്ചതാണ്, വേറെ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് അവൻ പറയണം ഓ അത്രേ ഉള്ളൂ എന്നാൽ ശരി ഞാൻ ഫോൺ വെക്കുമെന്ന് പറയുന്ന സമയത്ത് പറയും അല്ല അത് മാത്രമല്ല അല്ല ഞങ്ങളുടെ ഫണ്ടിൻ്റെ കാര്യം ഒന്ന് പരിഗണിച്ചിരുന്നേ നന്നായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയും നീ എന്തിനാ ഇത്രയും റഷ് ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഒരു അല്ല ഞാൻ റഷ് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ഇവൻ പറയും റഷ് ചെയ്യുന്നെങ്കിൽ സ്വയം അങ്ങ് റഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടി പോകും. അപ്പോൾ അവൾക്ക് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഇവൻ്റെ ഓഫീസിലുള്ള വരുന്ന സമയത്തുണ്ടല്ലോ എല്ലാവരും ഇവളെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, അവളെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക റെസ്പെക്റ്റ് കൊടുക്കുന്നു. മാത്രമല്ല ഹയ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഇവൾക്കാണെങ്കിൽ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ചോദിക്കുന്ന ഫയലൊന്നും കറക്റ്റ് ടൈമിൽ എത്തിക്കത്തില്ല. ഇന്ന് ഇവൾ കയറി വരുമ്പോഴേ ഇവൾക്ക് കൊടുക്കേണ്ട ഫയൽസ് എല്ലാം തന്നെ കയ്യെ കൊടുത്തതിന് ശേഷം പറയുവാണ് അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എന്തുവാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അപ്പോൾ ചെയ്ത് തരാം, ബോസിൻ്റെ ഫിയാൻസി എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവൾ നിങ്ങൾ എന്ത് പറഞ്ഞു ബോസിൻ്റെ ഫിയാൻസി എന്തോ ഉദ്ദേശിച്ച് എന്ന രീതിക്കും നമ്മൾ ഡോങ് ചെയ്യുമ്പോൾ പറയും നിങ്ങളൊന്നും പറയണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാതെ തന്നെ ആ പെണ്ണങ്ങ് ഓടിപ്പോവാണ്. എന്നിട്ടാണ് ഇവൾ മെയിനായിട്ടുള്ള വന്നത് സുവാങ്ങിനെ കണ്ടിട്ട് ഈ ഫണ്ടിൻ്റെ കാര്യം സംസാരിച്ച് എങ്ങനെ ശരിയാക്കാനാണ്. അപ്പോൾ ഇവൾക്ക് നേരിട്ട് കയറി ചെല്ലാൻ പറ്റില്ല, സൂലി ആദ്യം ചെന്നിട്ട് ചോദിക്കണം ടൈമിങ് ഓക്കെ ആണോ, എന്നിട്ട് ഇവൻ കയറി വരാൻ പറഞ്ഞാലേ കയറി വരാൻ പറ്റൂ. അപ്പോൾ ഇവളിന് താഴെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഓഫീസിലുള്ള എല്ലാവരും ആ ഒരു ഹോളിലുള്ള എല്ലാവരും ഉള്ള കൂടെ നിന്ന് പറയണം നിൻ്റെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആണല്ലോ, നിൻ്റെ കോട്ട് കൊള്ളാം, നിൻ്റെ ഡ്രസ്സ് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇവളെ പുകഴ്ത്തി ഇങ്ങനെ സംസാരിക്കും കേട്ടോ. നമുക്കേ അറിയത്തുള്ളൂ ഇവൾ വന്നിട്ട് ഇയാളെ ലവറാന്ന് പറഞ്ഞിട്ടാണ് സുവാങ്ങിൻ്റെ ലവറാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പുകഴ്ത്തുന്നത്. പക്ഷെ ഇതുവരെ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവസാനം സൂല് വിളിക്കുമ്പോൾ ഇവളും കയറി ചെല്ലും കേട്ടോ. അപ്പോൾ കയറി ചെല്ലുന്ന സമയത്തും ഇവന് വേണ്ടി ഇവൾ കുറച്ച് പാസ്ട്രീസൊക്കെ ചൂടുവെള്ളം വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കും ഇതിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, ഇതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ ഇവളതങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഫണ്ടിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇവൻ പറയും ഇതൊന്നും ഇവിടെ വന്നിട്ട് സംസാരിക്കേണ്ട, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിക്കേണ്ട കാര്യം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിക്കാം, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ പറയുന്ന സമയത്ത് ഇവൾക്ക് വേറെ വഴിയില്ല. അപ്പോൾ ഇവള് അവിടെ നിന്ന് പാവം ഇറങ്ങിപ്പോവാട്ടോ. ഇവള് പോയി കഴിയുന്ന സമയത്ത് ഇവന് മനസ്സലിയും. ഇവൻ നൈസിനെ പാസ്ട്രീസ് എടുത്ത് കഴിച്ചാലോ എന്ന് ആലോചിച്ച് തുറക്കുന്ന സമയത്ത് വാങ്ങി കയറി വരും കേട്ടോ. വന്നോണ്ടേ എടാ അത് എനിക്കൊന്നും കൂടി താടാന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ സുവാങ് പറയാം അതൊന്നും പറ്റത്തില്ല പറഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ഡോങ് വാങ്ങിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട് അവന് കൊടുക്കത്തില്ല. വാങ്ങ് പറയും ഇപ്പം എനിക്ക് ആ പഴയ സ്നേഹമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ടാണ് ഈ പാവം നമ്മുടെ ഡോങ് കേട്ടോ. ഇനി ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആ ഒരു ഹെഡിനെയും കൂടി ഇവൾ വന്ന് കൺവിൻസ് ചെയ്തെടുക്കണം, കാരണം ഇവർക്ക് ഫണ്ടിങ്ങിനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അയാൾ പറയും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവൾ പറയും ഞാൻ വന്നിട്ട് എൻ്റെ ബോസിൻ്റെ വൈഫാന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുമ്പോൾ അയാൾ പറയും നീ ബോസിൻ്റെ വൈഫായാലും ആരായാലും ഇല്ല എനിക്കിതിപ്പോൾ സൈൻ ചെയ്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് പുറത്താക്കും കേട്ടോ. പാവം നമ്മുടെ ഡോങ് അവർക്ക് ഫണ്ട് കിട്ടിയെങ്കിലേ അവരുടെ ഓഫീസ് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്കറിയാം അവരെ ആകെ വന്നിട്ട് ആ വാടകയെ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമല്ലായിരുന്നോ.
അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അവൾ പാവം സങ്കടപ്പെട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്ന സമയത്ത് ഡോങ്ങിനെ വന്ന് ആ ഒരു ഫ്രണ്ട് പെണ്ണ് വിളിക്കുക. അവൾ വന്നിട്ട് ഒരു ഡേറ്റിംഗ് പാർട്ടി പോലെ ഒരു സംഭവം നടത്തുന്നുണ്ട്, ഒരു ഇവൻറ്റ് എന്ന് വെച്ചാൽ ബ്ലൈൻഡ് നൈറ്റ് ആണ്. അവിടെ വന്ന് കുറേ ചെറുക്കന്മാരും പെണ്ണുങ്ങളും വരും, അവർക്ക് ഇഷ്ടമുള്ളവരായിട്ട് ഡേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് ഇവളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ട് ഡോങ്ങിനെ വിളിച്ചിട്ട് പറയും, നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ, എന്ന് എന്തുമായാലും ഒരുങ്ങി തന്നെ വരണേന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഡോങ്ങും അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുക. ഈ സെയിം ടൈമിൽ വാങ്, സാവോ അതുപോലെ സുവാങ് 3 പേരും പോയിട്ട് നമ്മുടെ സാങ് എന്ന് പറയുന്ന അയാളെ കണ്ട് സംസാരിക്കുക കേട്ടോ. ഇവരുടെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് പറയണം, ഞങ്ങളെയാണ് ഇവിടുത്തെ ഏറ്റവും ട്രഡീഷണലി ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇയാൾ പറയും, എനിക്കിപ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ പറയാൻ പറ്റത്തില്ല, കാരണം കുറേ കമ്പനീസ് തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തായാലും എല്ലാവരും ഇന്ന് വാലുവേറ്റ് ചെയ്തിട്ട് ഫൈനൽ ഡിസിഷൻ പിന്നെ പറയാമെന്ന് പറയുമ്പോൾ ഇവരും അവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ, പറയാമെന്ന് പറയും. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഓൾറെഡി വന്നിട്ട് ഡോങ് അങ്ങോട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി വരും കേട്ടോ. മാത്രമല്ല അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഫ്രണ്ട് പെണ്ണും കാത്തിപ്പുണ്ട്. ഇനി ഇവൾ വന്നിട്ട് ഈ ഫ്രണ്ട് പെണ്ണിൻ്റെ അടുത്ത് പറയണം, ഓക്കെ നമുക്കന്ന് പാർട്ടിക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി അകത്ത് കയറുന്ന സമയത്തായിരിക്കും നമ്മുടെ സുവാങ്, അതുപോലെ തന്നെ സാവോ, അതുപോലെ തന്നെ നമ്മുടെ വാങ് 3 പേരും കൂടി ഇറങ്ങി വരുന്നത് കേട്ടോ. പക്ഷേ ഇവളിങ്ങനെ കയറി പോകുന്നത്, ഇവളുള്ള ഫ്രണ്ട് പെണ്ണും കൂടി കയറി പോകുന്നത് വന്നിട്ട് കറക്റ്റ് വന്നിട്ട് നമ്മൾ സുവാങ് ശ്രദ്ധിക്കും. ഇറങ്ങി വരുന്ന സമയത്തായിരിക്കും ഇവളകത്തോട്ടാക്കിയിട്ട് ഈ ഒരു ഫ്രണ്ട് പെണ്ണ് പുറത്തോട്ട് വരുന്നത്. കാരണം ഇവളാണ് ഈ ഇവൻറ്റ് മാനേജ് ചെയ്യുന്നത്, അപ്പോൾ ആൾക്കാരെ വെൽക്കം ചെയ്യാൻ ഇവൾ വേണമല്ലോ നിൽക്കാൻ. അപ്പോൾ വന്നിട്ട് ഇവൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, നമ്മൾ സുവാങ്ങിനെ കാണുമ്പോൾ വളരെ താങ്ക്സ് ഉണ്ട്, അന്നത്തെ ദിവസം നിങ്ങൾ വലിയൊരു ഹെൽപ്പാണ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, അത് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഡോങ്ങിൻ്റെ കയ്യിൽ കൊടുത്തുവിടാന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉള്ളവനെ പറയും ബ്ലൈൻഡ് നൈറ്റ് കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന സമയത്തും ഇവർക്ക് ആർക്കും അതിലൊരു താല്പര്യം കാണത്തില്ല കേട്ടോ. അപ്പോൾ ഇവളിങ്ങനെ ഒരു കാര്യം പറയും, നല്ല സുന്ദരികളായ പെണ്ണുങ്ങളും നല്ല ഹാൻഡ്സമായ ചെറുക്കന്മാരും നല്ല കൊടീശ്വരമായിട്ടുള്ള ചെറുക്കന്മാരൊക്കെ വരുന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ സുവാങ് ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞേ ഹാൻഡ്സമായ ചെറുക്കന്മാരോ എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ച് അകത്തോട്ട് അങ്ങ് കയറി പോയിട്ടോ. അതിൽ സുവാങ്ങും അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കയറി വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഡോങ് അകത്ത് കയറിയായിരുന്നല്ലോ. അപ്പോൾ അവൾ വന്നിട്ട് ഓരോരുത്തർ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഇതൊന്നും വന്ന് സുവാങ്ങിനെ ഇഷ്ടപ്പെടുന്നില്ല, ആമ്പിള്ളേരായിട്ട് സംസാരിക്കുന്നതൊന്നും. മാത്രമല്ല ഡോങ്ങിൻ്റെ ഫ്രണ്ട് പെണ്ണ് വന്നിട്ട് ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, കാരണം അവളാണ് ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ്, പെൺപിള്ളേരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നോ, ആൺപിള്ളേർ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോരുത്തരടുത്ത് മാറി മാറി ഇരുന്നുകൊണ്ടിരിക്കണം, അല്ലാതെ ഒരു സീറ്റ് തന്നെ ഇരിക്കാൻ പാടില്ല. മാത്രമല്ല നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പെണ്ണിനോട് നിങ്ങൾ ഫ്ലവർ കൊടുത്തിട്ട് നല്ലപോലെ സംസാരിക്കും വേണം. ലാസ്റ്റ് നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഡോങ്ങിൻ്റെ അടുത്തൊരു ചെറുക്കൻ വന്നിരിക്കും. നമ്മുടെ സുവാങ് ആണെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ മുന്നിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ സുവാങ് വന്ന് ആ പെണ്ണിനെ മൈൻഡ് ചെയ്യത്തില്ല, പകരം എപ്പോഴും നമ്മുടെ ഡോങ് എന്താ സംസാരിക്കുന്നത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമതൊരു ചെറുക്കൻ വന്നിരിക്കും. അപ്പോൾ അത് ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫ്രണ്ടിലിരിക്കുന്ന പെങ്കൊച്ചിനെയൊന്നും സുവാങ് മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. ഇതേ കണക്കാണ് നമ്മുടെ വാങ്ങിൻ്റെ മുന്നിലുള്ള പെങ്കൊച്ചുങ്ങൾക്ക് വലിയ കാര്യമായിട്ടുള്ളതൊന്നും കൊടുക്കത്തില്ല. ഇവനാണെങ്കിൽ സാവോ ആരോട് സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ഇവ ഇങ്ങനെ ചെവിയോർത്ത് ഈ ഒളിച്ച് കേൾക്കാന്ന് പറയത്തില്ല, അതുപോലെ ചെയ്യും കേട്ടോ. മൂന്നാമത്തെ മാറിയിരിക്കുന്ന സമയം വരുന്ന സമയത്ത് നമ്മൾ ഡോങ്ങിൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നത് സുവാങ്ങാണ്. അപ്പം ഡോങ് ഷോക്ക് ആവട്ടെ ചോദിക്കും, സാർ എന്താ സാർ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയാൻ എൻ്റെ കൂട്ടുകാരിയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുകയാണ്. മാത്രമല്ല 10 മിനിറ്റിന് ഇവർ സംസാരിക്കണമല്ലോ. അപ്പോൾ ഇവർ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും സാൻജിയോ ഗ്രൂപ്പിനെ പറ്റി അവരെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് പറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ പ്രോഗ്രാമിൻ്റെ എൻഡിൽ വന്നൊരു പരിപാടി ഉണ്ട്. ഇവർ വന്നിട്ട് ഇങ്ങനെ ഒരു നറുക്കെടുക്കും കേട്ടോ. അപ്പോൾ ആ നറുക്കെടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കയ്യിലൊരു നമ്പറുണ്ട്. ആ നമ്പർ കിട്ടുന്ന ആൾക്ക് ആ ഒരു ടീമിൽ വെച്ചിട്ട് അയാൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം അയാളുടെ പേര് പറയാം. അപ്പോൾ അങ്ങനെ നറുക്കെടുക്കുന്ന സമയത്ത് കിട്ടുന്നത് കറക്റ്റ് വന്ന് സുവാങ്ങിനാട്ടോ. അപ്പോൾ സുവാങ്ങിനായിട്ട് ചോദിക്കണം, നിനക്ക് ഇതിൽ ഏത് പെങ്കൊച്ചിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് പറയുന്ന സമയത്തും ഇവൻ വന്ന് നമ്മുടെ ഡോങ് എന്ന് പറയട്ടോ. അപ്പോൾ ഡോങ്ങിനെ സ്റ്റേജിൽ വിളിക്കുക. ഇനി അവരുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേരും ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ ഒരു മോൾഡിങ് 2 പേരും കൈ പിടിച്ചിട്ട് മുക്കുമ്പോൾ അതിങ്ങനെ മോൾഡ് ചെയ്തൊരു സംഭവം ഷേപ്പ് പോലെ കൊണ്ടുവരും. അപ്പോൾ അത് ശരിയാക്കാനാണ്. അപ്പോൾ 2 പേരും വേണ്ടി അത് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്തും നമ്മുടെ സാവോ അതുപോലെ തന്നെ വാങ് 2 പേരും വന്നിട്ട് ഇവരുടെ അടുത്ത് പോകാൻ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോങ്ങിനെ അതുപോലെ തന്നെ സുവാങ്ങിനെയും വിളിക്കും. അപ്പോൾ സുവാങ് പറയും, എനിക്ക് ഇവളുടെ അടുത്ത് ഇച്ചിരി അർജൻറ്റായിട്ടൊരു കാര്യം പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 2 പേരും പോകാൻ പറയട്ടോ. അപ്പോൾ വാങ് വേഗം നമ്മുടെ സുവാങ്ങിനെ കളിയാക്കാൻ തുടങ്ങി. ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ശബ്ദമൊക്കെ ഒപ്പിച്ച് ഇവനൊരുമാതിരി ആക്കിയാണ് നമ്മുടെ വാങ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പോയി കഴിയുന്ന സമയത്ത് നമ്മുടെ ഡോങ് ചോദിക്കുകയാണ്, എന്ത് പറ്റി സാർ, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്തും
നമ്മുടെ സുവാങ് പറയാണ് അത് വേറെ ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി ചാരപ്രവൃത്തി ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കാണെന്ന്. അപ്പോൾ അവൾ പറയും അല്ല അത് നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചില്ല, ഇവിടെ ആരെ കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും കേട്ടോ. അപ്പോൾ ഇവൻ പറയും ഓ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, എന്നെ നേരെ മുന്നിലുള്ളതാ കക്ഷി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ പറയും അതാരാന്ന് പറയുമ്പോൾ ഇവൻ പറയും അതെ നീ തന്നെയാന്ന് പറയും. അപ്പോൾ അതെന്താ സാറ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ പറയും അല്ല നീ വന്ന് പിയോനി കോർപ്പറേഷനിലെ ബോസിൻ്റെ വൈഫ് അല്ലയോ, എന്നിട്ട് നീ ഇങ്ങനെ ഡേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വന്നാൽ പിന്നെ ഞാൻ നിന്നെ എന്തെന്നാ പറയണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ പറയും സാർ നിൽക്ക് സാർ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവൾ കുറേ ഇതാക്കാൻ നോക്കുന്നെങ്കിലും ഇവൻ പറയും നീ ഒരു തേങ്ങയും പറയണ്ട, നീ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചുമ്മാ വേണ്ടി സൂചിപ്പിക്കുന്ന വാക്കൊന്നും വെച്ച് ഈ കാര്യത്തിൽ ഞാൻ ഇതാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണെങ്കിൽ അവൻ പോകുന്നതിന് മുമ്പ് അവൻ്റെ കോട്ട് എടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് ചോദിക്കണം നീ ഇതെന്തോ ഈ ധരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇവളെടുത്ത് പറയണം ഞാൻ അറിഞ്ഞല്ല നിനക്ക് ഇതിൽ കമ്മീഷൻ ഉണ്ടെന്നും എന്തായാലും കമ്മീഷൻ്റെ പകുതി എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മറക്കല്ലേ എന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം നമ്മുടെ സാഞ്ജീവ് കമ്പനി CEO ആയിട്ടുള്ള സൂവിനെ അതുപോലെ സൂവിൻ്റെ അസിസ്റ്റൻറ്റിനെയും കാണിക്കും കേട്ടോ. സൂവിൻ്റെ അസിസ്റ്റൻറ്റ് സൂവിൻ്റെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ സാങ് വന്ന് നിങ്ങളെ കാണാമെന്ന് പറയണം, ഡിന്നറിന് വേണ്ടിയല്ല അല്ലാതെ മീറ്റ് ചെയ്യാനാന്ന് പറയും കേട്ടോ. അപ്പോൾ സൂ പറയണമെന്നൊരു കാര്യം ചെയ്യും, ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മസാജ് പാർലറും പ്രൈവറ്റ് റൂമും എല്ലാം നോക്കി വെക്കാൻ അസിസ്റ്റൻ്റ് അടുത്ത് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഡോങ് ഉണ്ടല്ലോ ഉറക്കത്തിന് സ്വപ്നത്തിൽ ഞെട്ടിയേക്കുക വേനറൊന്നുമല്ല, ഇവൻ വന്നിട്ട് സ്വപ്നത്തെ വന്ന് ഇവള് കുറേ വഴക്കൊക്കെ പറയുന്ന പോലെ സ്വപ്നം കണ്ട് ഇവൾ രാവിലെ ഞെട്ടി എണീക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആകെ ടെൻഷനായി, കാരണം ഇന്നലെ അവൻ പറഞ്ഞ് ഇങ്ങനെ പിയോനി കമ്പനിയുടെ ബോസിൻ്റെ വൈഫ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു, പിന്നെ സ്വപ്നത്തിലും കൂടി ഇങ്ങനെ വന്നപ്പോൾ ഇവൾക്ക് സമാധാനമില്ല. അപ്പോൾ ഇവൾ രാവിലെ തന്നെ ഒരു ഫ്ലവർ ഷോപ്പിൽ ചെന്നിട്ട് ഫ്ലവർ വാങ്ങാനായി നോക്കുക. അപ്പോൾ ഫ്ലവർ വന്ന് ഓരോന്നിനും ഓരോ മീനിങ് ഇല്ല. അപ്പോൾ ആ ഒരു ഫ്ലവർ ആ ഷോപ്പിൽ നിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം ചേച്ചി ഇത് വന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ്. അപ്പോൾ ആൾ ചോദിക്കണം എങ്ങനത്തെ ഫ്ലവേഴ്സാണ് മോൾക്ക് വേണമെന്ന് ചോദിക്കുന്ന സമയത്തുള്ള പറയും അത് വന്നിട്ട് എനിക്ക് എൻ്റെ ജീവനും മരണവും തീരുമാനിക്കുന്ന ഒരാളാണ്, മാത്രമല്ല എല്ലാ ഫാദേഴ്സിനും ഫാദറാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അവർ ഒരു ബൊക്കെയൊക്കെ ഉള്ളിൽ എടുത്തു കൊടുക്കുവാണ്. ഈ സമയത്ത് കാണിക്കുവാണ് നമ്മുടെ സുവാങ് ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വന്ന് വന്നിട്ട് ബിസിനസ്സിൻ്റെ റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് സൂലി അങ്ങോട്ട് വന്നിട്ട് ഒരു ബൊക്കെ, ഈ ബൊക്കെ വേറെ ആരും വാങ്ങിച്ചതല്ല, നമ്മുടെ ഡോങ് വാങ്ങിച്ചതാണ്. ആ ബൊക്കെ ഇതുപോലെ ഒരു ഗിഫ്റ്റും കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വന്ന് സൺഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കെയാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് വാങ്ങിച്ചു ചോദിക്കുക ഇതാരാ നിനക്ക് ഇങ്ങനൊരു സംഭവം അയക്കാമെന്ന് പറഞ്ഞിട്ടും അതിനകത്തൊരു ചെറിയൊരു നോട്ട് പോലെ സംഭവം ഉണ്ട്. അത് എടുത്ത് നോക്കുന്ന സമയത്തും നമ്മുടെ നല്ല കോർപ്പറേഷനും ഹാപ്പി കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ ലോങ് ലാസ്റ്റിക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വന്നിരിക്കുന്നത് സൺഫ്ലവേഴ്സ് അല്ലേ. അപ്പോൾ വാങ്ങി പറയാം സാധാരണ സൺഫ്ലവേഴ്സ് എല്ലാം നമ്മൾ വന്ന് നമ്മുടെ അച്ഛന്മാർക്കാണ് കൊടുക്കുന്നത്, ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. സൂലി ചോദിച്ചു കാണും ഇവള് വരട്ടെ എന്ന് ചോദിച്ചു കാണും, എന്നിട്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് അയച്ചേക്കുന്നത്. അപ്പോൾ ഇവനും പറയാണ് ശരി അവളുടെ അടുത്ത് പറയാൻ പറയണം. എന്നിട്ട് ഇവൻ നേരെ വന്നിട്ട് ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടായിരുന്നല്ലോ അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുവാണ്. അത് കഴിയുമ്പോൾ ഇവള് കയറി വരും കേട്ടോ. ഇവള് കയറി വന്നുകൊണ്ട് തന്നെ ഇവനെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങുവാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ, ഏതോ ഓരോരുത്തരും ഓരോ ഗോസിപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞാൽ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും വരും കേട്ടോ. അപ്പോൾ ഇവൻ വന്നിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ ഇവള് പറഞ്ഞായിരുന്നോ ഇങ്ങനെ പിയോനി കമ്പനിയുടെ ബോസിൻ്റെ വൈഫാന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയാം അവൾ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ ചെവിയോട് കേട്ടത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആക്ച്വലി വന്നിട്ട് ആ ഒരു ഫണ്ടിൻ്റെ ആ ഒരു ഫോമിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ തള്ളിയതാ. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഒരിക്കലും നമ്മുടെ ഡോങ് വിചാരിച്ചില്ല. മാത്രമല്ല ഇവളുടെ അടുത്ത് നമ്മുടെ സുവാങ് ചോദിക്കുകയാണ് നീ ഇങ്ങനെ നിൻ്റെ ഫണ്ടിൻ്റെ കാര്യം സൈൻ ചെയ്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവള് ഇല്ലെന്ന് പറയും കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് സുവാങ് വന്നിട്ട് ഈ നിൽക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് പറയും നിങ്ങൾ പേഴ്സണൽ കാര്യം പ്രൊഫഷണൽ കാര്യത്തിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എന്തോ പറഞ്ഞു അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അത് കാര്യം വെക്കണ്ട, പ്രൊഫഷണൽ കാര്യത്തിൽ ഒരു കുറവും വരരുത്, ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം എനിക്ക് ക്ലിയർ ആക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഡോങ്ങിനെ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ പാതിയിലധികം ആശ്വാസമാവുന്നത്. ഇവന് ഇത്രയും പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ ഫണ്ടിൻ്റെ കാര്യം എന്താവും എന്നുള്ള ടെൻഷനും അവൾക്കുണ്ടായിരുന്നു, അതിപ്പോൾ പൂർത്തിയായി. എന്നിട്ടാണെങ്കിൽ ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അവിടെ നിന്ന് പോകുന്ന സമയത്തും നമ്മുടെ ഡോങ് പറയുകയാണെങ്കിൽ സാർ ഭയങ്കര അധികം ഹെൽപ്പാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾ എൻ്റെ അടുത്ത് ദേഷ്യമാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നന്നായിട്ട് നല്ല നല്ല വേർഡ്സൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയാണ് ഇനി കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം എനിക്ക് അടക്കാൻ പറ്റില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറയട്ടെ. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പോയി കഴിയുന്ന സമയത്ത് ഇവിടെ എന്ത് ഗിഫ്റ്റ് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ തുറന്നു നോക്കുന്ന സമയത്ത് ആ ഒരു ഹാൻഡ് മോൾഡ് ഇല്ലേ ഇവർ രണ്ടുപേരും കൈ പിടിച്ചിട്ട് ആ ഒരു മോൾഡ് ഉണ്ടാക്കി, അതാണ് ഇവൾ ഗിഫ്റ്റ് അയച്ചേക്കുന്നത്. വാങ് നേരെ ചെന്നിരിക്കുന്നത് സാവോനെ കാണാം കേട്ടോ, സാവോൻ്റെ ഓഫീസിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവനെ ഓരോ ഇങ്ങനെ പറയാൻ തുടങ്ങുവാണ് നമ്മുടെ റൈറ്റ് ബ്രെയിനിന് ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, ഒരു കണ്ണിന് മറ്റേ കണ്ണുണ്ട്, ഒരു കൈയിന് മറ്റേ കൈയുണ്ട്, നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും പെയറായിട്ടാണ്.
പക്ഷെ നീ മാത്രം എന്താ പേരില്ലാതെ ഇങ്ങനെ സിംഗിളായി നടക്കുന്നേ എന്നൊക്കെ പറയുവാണ്. നിനക്ക് പറ്റുന്ന ഒരാളെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുന്ന സമയത്ത് സാവോ ചോദിക്കുകയും എന്നാൽ നിന്നെ നോക്കട്ടെ, നിന്നെ ഡേറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരാകെ ഷൈ ആവൂട്ടോ. പറയും അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങുവാണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ സൂവിനെ ആട്ടോ. അപ്പോൾ സൂവിൻ്റെ അടുത്ത് അസിസ്റ്റൻറ്റ് വന്നിട്ട് പറയുകയാണ് ഞാൻ സാങ്ങിനെ കണ്ട് സംസാരിച്ചു, അപ്പോൾ സാങ് ഇങ്ങനെ വന്ന് നിങ്ങളെ പുകഴ്ത്തി എന്ന് പറയുന്ന സമയത്ത് സൂ കുറച്ചും കൂടി അധികം അതിനെപ്പറ്റി ചോദിക്കും. അപ്പോൾ പറയും നിങ്ങളെ പുകഴ്ത്തി, അതുപോലെ തന്നെ നമ്മുടെ സുവാങ്ങിനെയും പുകഴ്ത്തി എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സുവാങ്ങിനെ പറഞ്ഞത് തന്നെയായിരിക്കും നമ്മുടെ സൂവിനെയും പറഞ്ഞത്, സ്പെഷ്യലായിട്ടുള്ളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സാവുവിൻ്റെ പേരും വാങ്ങിൻ്റെ പേരും കേൾക്കും. അപ്പോൾ നമ്മുടെ സൂവിന് ഡൗട്ട് ഇവരാരാന്ന്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് പറയും ഇതിങ്ങനെ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് സുവാങ്ങിൻ്റെ, അവരെ എല്ലാ കാര്യത്തിലും കാണും, അതിൽ വാങ്ങാണ് ഇടയ്ക്കിടയ്ക്ക് സാങ്ങിനെ പോയി വിളിച്ചുകൊണ്ട് വരാറുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്ന സമയത്തും സൂ വിചാരിക്കുകയാണെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടല്ലേ ഇവൻ ഇത്രയും ടോപ്പിൽ നിൽക്കുന്നത്, അവർ രണ്ടുപേരും ഇവൻ്റെ സൈഡിലായി കഴിഞ്ഞാൽ ഓക്കെ ആവത്തില്ല. അപ്പോൾ ഇവൻ പറയണം എന്തായാലും പൈസയ്ക്ക് മേലെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കാണാൻ വഴിയില്ല, അതുകൊണ്ട് തന്നെ അവരെന്നെ മീറ്റ് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റിനെ പറഞ്ഞിട്ടു കേട്ടോ. പിറ്റേന്നാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സാവോ അതുപോലെ വാങ്ങും രണ്ടുപേരും ഇവനെ കാണാൻ വരുന്ന സമയത്തും ഇവൻ പറയുകയാണ് നിങ്ങൾ വന്നിപ്പോൾ വർക്ക് ചെയ്യുന്നത് പിയോണി കമ്പനിയിലല്ലേ, ഞാൻ അതിനേക്കാൾ നല്ലൊരു എമൗണ്ട് ഒരു അഗ്രിമെൻറ്റ് ഞങ്ങൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്യും, സാൻജിയോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അഗ്രിമെൻറ്റ് കൊടുക്കുക രണ്ടുപേർക്കും കേട്ടോ. അതിൽ 3 മില്യൺ പൈസ എങ്ങാണ്ടാണ് ഇവർക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന സമയത്തുണ്ടല്ലോ വാങ് പെട്ടെന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പൈസ എനിക്ക് എപ്പോൾ സമ്പാദിക്കാനോ, മാത്രമല്ല ഇത്രയും പൈസ കിട്ടി എനിക്ക് ഇപ്പോഴേ റിട്ടയർ ആവാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂവിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിന്നിട്ട് ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ കൊടുക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ വന്നിട്ട് നമ്മുടെ സാവോ പറയുന്നുണ്ട് ഓ നീ ഇതിലൊക്കെ വീണ് പോയെന്നുള്ള രീതിക്കൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങ് പറയാണ് ഡീൽ സൂപ്പർ ഡീലാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ സുവാങ്ങിൻ്റെ അടുത്ത് എനിക്ക് എത്ര സാലറി ചോദിക്കണം എന്നുള്ള കാര്യം എനിക്കിപ്പോൾ തീരുമാനമായെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകാൻ നിൽക്കും കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് അപ്പോൾ സൂ ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും എമൗണ്ട് കൂട്ടി തരണമെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഇവർ പറയണം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് നിനക്ക് പൈസ കൊണ്ടൊന്നും നടക്കാൻ പറ്റത്തില്ല, നീ ഇനി എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ വന്ന് സുവാങ്ങിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ സുവാങ് ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സുവാങ്ങിന് ഓൾറെഡി ഇവരുടെ മേലിൽ നല്ല ട്രസ്റ്റ് ഉണ്ട്, ഇവർക്കും തിരിച്ചൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സുവാങ് ചോദിക്കണം ഓക്കെ നമുക്ക് ഇന്ന് രാത്രി പാർട്ടി കൂടാൻ വരുമെന്ന് ചോദിക്കുന്ന സമയത്ത് സാവോ പറയണം ഇല്ല എനിക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾ 2 മണിയും കൂടുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഇനി അന്ന് രാത്രി വന്നിട്ട് ഇവർ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയൊന്നുമല്ല, നമ്മുടെ സുവാങ് അതുപോലെ തന്നെ വാങ് രണ്ടുപേരും വന്നിട്ട് സുവാങ്ങിൻ്റെ വീട്ടിലുള്ളത് മാത്രമല്ല ഇവരെന്തോ ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വന്ന് സുവാങ്ങിനെ ചുമ്മാ ഇച്ചിരി ഇളക്കി വിടണമെന്ന് വെച്ചിട്ട് വാങ് പറയണം അതെ നമ്മുടെ ഓഫീസിൽ ഈ ഡോങ് ഡോങ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പെങ്കൊച്ച് വന്നില്ലേ, അവൾ നല്ല ക്യൂട്ടും നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ ആണല്ലേ, എനിക്കെന്തായാലും അവളെ കുറച്ചൊക്കെ അങ്ങ് ഇഷ്ടമായെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സുവാങ്ങിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ ഇവൻ്റെ കഴുത്ത് പിടിച്ച് അമക്കിയിട്ട് പറയാം നീ എന്തുവാടാ പറഞ്ഞേ, എടാ ആദ്യം നമ്മുടെ പാർട്ട്ണർ കമ്പനിയിലെ പെങ്കൊച്ച മനസ്സിലായോ, അവളടുത്ത് ഇച്ചിരി ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കാൻ നീ പഠിച്ചോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഉപദേശിക്കുവാണ്. അപ്പോൾ അങ്ങ് പറയണേ ഓ പാർട്ട്ണർ കമ്പനിയിലെ കീഴായതുകൊണ്ടൊന്നുമില്ല, നിനക്ക് വന്നാൽ അവളുടെ അടുത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് പറയടാന്ന് പറയുക കേട്ടോ നമ്മുടെ സുവാങ്ങിൻ്റെ അടുത്തും. അപ്പോൾ സുവാങ്ങിന് ദേഷ്യം വന്നിട്ട് വേണം നീ എന്തെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇനി ഗെയിം ഒന്നും കളിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് കയറി പോവാം. അങ്ങും പറയണം ഞാനും നിൻ്റെ ബെഡ്റൂമിൽ വന്ന് കിടക്കാടാന്ന് പറയുന്ന സമയത്തും നമ്മുടെ സുവാങ് പറയണം അതിൻ്റെ ഒരു ആവശ്യമില്ല, ഒന്നെങ്കിൽ നീ സോഫയിൽ കിടക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുവാങ് അകത്ത് കയറി പോകും. പാവനോടെ വാങ്ങുക കേട്ടോ, അവൻ്റെ വാങ്ങിന്നിട്ട് വീഴും ചെയ്ത് ഇനിയിപ്പോൾ സോഫയിൽ കിടക്കേണ്ട അവസ്ഥയായി. പാവം കഷ്ടം പിടിച്ച അവൾ പാവയും പിടിച്ചിട്ടും അന്ന് അവിടെ കിടക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Bye bye.